ഈ ഒരു ട്രാൻസിഷൻ ടൈം കഴിയുമ്പോഴത്തേക്കും ഈ പലരും ആ ജോലിയിൽ നിന്ന് വിരമിക്കണം, ജോലി വിട്ടു പോകണം, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്നുള്ളൊരു മോഡലിൽ വന്ന് ഒരു ദുഃഖകരമായ ഒരു ഏരിയയിലേക്ക് 30 വർഷമൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ വളരെ സങ്കടത്തോടു കൂടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇങ്ങനെ വരുത്തുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ വരുത്താണ്ടിരിക്കാനായിട്ട് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിനും ഫാമിലിക്കും എല്ലാം ഒരു നല്ല റോളുണ്ട്. ഇത് വരുത്താണ്ടിരിക്കാൻ ധാരാളം വഴികളുണ്ട്. നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്യാം, പുതിയ ആംഗിളിലേക്ക്, പുതിയ ആളുകളിലേക്ക് ട്രെയിൻ ചെയ്യിക്കാം. അവരുടെ റോളുകൾ മാറ്റി കൊടുക്കാം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന റോളുകളിൽ ഇപ്പോൾ മിഷൻസ് വന്നു, അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ വരുന്നു, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് വരുന്നു, മറ്റവർക്ക് റോളുകൾ മാറ്റി കൊടുക്കാം. ഒന്നുമല്ല എങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബിസിനസ് പാർട്ട്ണറായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുകയോ ഇതിനൊക്കെ വഴികൾ, ഓരോ ബിസിനസ്സും വഴികൾ ധാരാളമുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കണ്ണടയ്ക്കുകയും പുതിയ ജനറേഷൻ വന്ന് എടുക്കുന്ന ആക്ഷൻസ് അവരെ വേദനിപ്പിക്കുകയും അത് വിട്ടിട്ട് പോവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ കമ്പനി ഒരിക്കലും, അല്ലെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും ഒരു മൂല്യങ്ങളാൽ വളർത്തപ്പെട്ടതോ അതിന് ഫ്യൂച്ചർ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം.